എംപിമാരുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ കെപിസിസി പുനഃസംഘടനാ ചർച്ച അവതാളത്തിലായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി ഏറ്റുവാങ്ങിയവരെ പരിഗണിക്കരുതെന്ന് എംപിമാർ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനത്ത് N ശക്തനെ നിലനിർത്തണമെന്ന നിലപാടിലാണ് ശശി തരൂർ. ഉച്ചയ്ക്ക് ശേഷം AICC ആസ്ഥാനത്ത് KC വേണുഗോപാലുമായി കേരള നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. DCC അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്നതിൽ പൊതുമാനദണ്ഡം ഏർപ്പെടുത്താൻ കഴിയാതെ കുഴയുകയാണ് KPCC നേതൃത്വം. കൊല്ലം DCC അധ്യക്ഷനെ നിലനിർത്തണമെന്ന കൊടിക്കുന്നിൽ സുരേഷിന്റെ ആവശ്യം നേതൃത്വം തള്ളിയത് MPയെ അസ്വസ്ഥനാക്കി. പാലക്കാട് സുമേഷ് അച്യുതനെ പരിഗണിക്കുന്നതിൽ VK ശ്രീകണ്ഠന് എതിർപ്പുണ്ട്. തിരുവനന്തപുരത്തെ താൽക്കാലിക പ്രസിഡന്റിനെ നിലനിർത്തണമെന്നാണ് ശശി തരൂരിന്റെ ആവശ്യം. എന്റെ അഭിപ്രായത്തിൽ ശക്തൻ നാടാറിനെ പോലെ ഒരു നല്ലൊരു വ്യക്തിയെ നമ്മൾക്ക് ഇപ്പോൾ തൽക്കാലത്ത് കിട്ടിയത് നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ്. ഞാൻ അദ്ദേഹത്തെ ആ ദിവസം തന്നെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. MPമാർക്ക് നിക്ഷിപ്ത താല്പര്യമില്ലെന്നാണ് KPCC അധ്യക്ഷന്റെ പരസ്യ നിലപാട്. ഞാൻ കണ്ടിരുന്നു ശശി തരൂരിനെ, ഞാനും ദീപാജിയും ഒന്നിച്ചു പോയി കണ്ടിരുന്നു. ഈ പുനഃസംഘടന കാര്യങ്ങൾ അദ്ദേഹം ഇടപെടുന്നില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുണ്ട്. അത് ഞാനിപ്പോൾ അത് പരസ്യപ്പെടുത്തുന്നു. അതൊന്നും ചർച്ച ചെയ്തിട്ടില്ല. വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ച. സംഘടനാ പ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നയാളുടെ പേര് കാസർഗോഡ് ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർത്തിയതിലും എതിർപ്പ് ശക്തമായി. പുനഃസംഘടന കീറാമുട്ടിയായതോടെ യാത്ര റദ്ദാക്കി പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഡൽഹിയിൽ തങ്ങുകയാണ്. ഇന്ന് വൈകിട്ട് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി ചർച്ച നടത്തി കുരുക്കഴിക്കാമെന്ന വിശ്വാസത്തിലാണ് സംസ്ഥാന നേതൃത്വം. മീഡിയ 1 ഡൽഹി.